നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർട്ടുബസ്. നമ്മളിപ്പം ഈ ഒരുമാതിരി പാഷൻ പോലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം ലഹരി വിരുദ്ധതയുടെ ഒരു സമയമാണ്. കാരണം അടുത്ത് കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളും ബാക്കി എല്ലാം നോക്കുമ്പോൾ അതിൻ്റെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവസാനം അത് ലഹരിയായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രാജ്യത്തുള്ളവരെല്ലാം ലഹരി വിരുദ്ധ സന്ദേശയാത്രകളാണ്, നല്ല കാര്യങ്ങളാണ്, നമ്മൾ അതിനെക്കുറിച്ച് അംഗീകരിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു മിനിമം, നാട്ടുവട്ടത്തിൻ്റെ ഒരു മിനിമം അപേക്ഷ എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ മദ്യപിച്ചിട്ടില്ലാത്തവർ അവർ വേണം സത്യത്തിൽ ഇതിനകത്ത് ഈ പ്രാസംഗികരാകാനും. കുറഞ്ഞപക്ഷം ഈ സ്വാഗതം പറയുന്നതും നന്ദി പറയുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും ഒക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ്. അതിപ്പം അധ്യാപകരുടെ ബ്രിഗേഡിൻ്റെ ഒരു സംഗതി, കേരള കോൺഗ്രസിൻ്റെ സ്ഥാനം നല്ല മനോഹരമായിട്ട് അവരതൊക്കെ ചെയ്തു. ഇതൊരു സത്യസന്ധതയില്ലായ്മയായിട്ടാണ് ഞങ്ങൾക്ക് നാട്ടുവട്ടത്തിന് തോന്നുന്നത്. കുഴപ്പമില്ല, നേരത്തെ ചിലപ്പം നമ്മുടെ പിന്നെ ചില നിർബന്ധത്തിന് വഴിയൊക്കെ നമ്മൾ മദ്യപിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിനകത്ത് സംസാരിച്ചവരൊക്കെ ഈ മീറ്റിങ്ങുകളിൽ, ഇപ്പം ഞാൻ കേരളത്തിലൊട്ടാകെ ഇത്തരം പരിപാടികൾ നടക്കുകയാണ്, ഈ കുണ്ടയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവെ പറയുകയാണ്. ഇതിൽ സംസാരിച്ചവരൊക്കെ നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ മദ്യപിക്കത്തില്ലെന്നും നിങ്ങൾ പുകവലിക്കത്തില്ലെന്നും നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ലെന്നും അതിനെതിരായിട്ട് നിങ്ങളുടേതായ എന്തെങ്കിലും ചെയ്യും എന്ന് ഉറപ്പിച്ചില്ലെങ്കിൽ ആ കഷ്ടം. എന്തിനാണ് ഈ പ്രഹസനങ്ങൾ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. നമുക്ക് നാട്ടുവട്ടം വാർത്തയിലേക്ക് പോകും. സ്കൂൾ വാർഷികവും ഓഡിറ്റോറിയം ഉദ്ഘാടനം. ഇളമ്പള്ളൂർ ഗവൺമെന്റ് KGV UP സ്കൂളിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയവും സ്കൂൾ വാർഷികവും PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ST അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീദേവി അമ്മ, PTA പ്രസിഡന്റ് സജി DR, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയകുമാരി S, പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ CM സയ്യിദ്, PTA വൈസ് പ്രസിഡന്റ് രാജീവ് കുമാർ CS, MPTA പ്രസിഡന്റ് അജിത, EE റസിയ BV, മുൻ ഹെഡ് മാസ്റ്റർ ഡോക്ടർ സാബു PK, സ്റ്റാഫ് സെക്രട്ടറി ജിൻ C, സ്കൂൾ ലീഡർ മുഹമ്മദ് ഷാൻ, പ്രോഗ്രാം കൺവീനർ A സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസംഗിച്ചുകൊണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ രണ്ടുകൂടി പാട്ട് പാടി സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യും. സ്റ്റേജ് എങ്ങനെയാണ് ഉദ്ഘാടനം അപ്പോ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഈ വ്യക്തിപരമായി എനിക്ക് എപ്പോഴും വലിയ സന്തോഷമുണ്ടാകുന്ന ഒരു സ്കൂളാണ്. കുട്ടികളുടെ ഒരു സ്നേഹം, അധ്യാപകരുടെ ഒരു സഹകരണം, അധ്യാപകരുടെ ഇടയിൽ ഒരു കൂട്ടായ്മ, വളരെ കമ്മിറ്റ്മെന്റായി പ്രവർത്തിക്കുന്ന PTA, പഞ്ചായത്ത് അടക്കം ജനപ്രതിനിധികൾ നൽകുന്ന വലിയ പിന്തുണ. അതുകൊണ്ടാണ് ഒരു സർക്കാർ വിദ്യാലയം UP സ്കൂൾ വരെയുള്ള ഒരു സ്കൂള് 900-ന് മുകളിൽ കുട്ടികളുള്ള നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയത്. എപ്പോഴും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും നൂതനമായ അക്കാദമികേതര പ്രവർത്തനങ്ങൾ കൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാനാണ്. ഇവിടെ വരുമ്പോഴുള്ള സങ്കടം,
ഇവിടെ ഈ വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ മുമ്പൊക്കെ വാർത്തയിൽ വരുമ്പോൾ പോലും ഈ ആ ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിൽ ക്ലാസ് മുറിയിൽ ഈ വേർതിരിവെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ട് കുട്ടികളെ ഇരുത്തി ആണ് ഈ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ചെറിയ ശതമാനത്തിൽ മാത്രമേ അവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. രക്ഷകർത്താക്കളോട് വന്ന് അവർക്ക് ഇരിക്കാനേ കഴിയില്ല. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും ഇരുന്നു. ഇവിടെ ഇരുന്ന കസേരയെല്ലാം കഴിഞ്ഞപ്പോൾ സൈഡിൽ കസേരയിട്ടു, പിന്നെ അവിടെ കസേരയിട്ടു. മുഴുവൻ ആളുകൾക്കും ഒരുപോലെ ഒരേ സമയം ഇത് ഇവിടെ നടക്കുന്ന ഏത് പരിപാടിയും കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് അപ്പോഴെല്ലാം വരുമ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം വേണമെന്നൊരു ആവശ്യം ഇവിടെ വന്നപ്പോൾ അന്നത്തെ PTA-യും അന്നുണ്ടായിരുന്ന അധ്യാപകരും അച്ഛന്മാരെ അറിയിച്ചു. പിന്നീട് വന്ന PTA അവരത് ആവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സ്കൂളിൽ മനോഹരമായ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചു. ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് ശ്രീ നൗഷാദിനെയാണ്. അദ്ദേഹം ഈ കാലത്ത് വാക്ക് പറഞ്ഞ് അതേപോലെ പാലിച്ച ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു 3 മാസത്തിനുള്ളിൽ ഞാനിത് പൂർത്തിയാക്കി തരാമെന്ന്, ഇത് കല്ലിടാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. ആ വാക്ക് 3 മാസത്തിനുള്ളിൽ വെറുതെ പൂർത്തിയാക്കിയതല്ല, മനോഹരമായ ഒരു ഓഡിറ്റോറിയം നമുക്ക് സമ്മാനിച്ച ശ്രീ നൗഷാദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പിന്നെ ഈ സ്കൂള് നല്ല സാമർഥ്യമുള്ള ആളുകളാണെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. ഇവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, എല്ലാം ഒരുമിച്ച് പറയത്തില്ല. ഓഡിറ്റോറിയത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്തായാലും കൊണ്ടിരുന്ന സാധനം ഞങ്ങൾക്ക് ഓഡിറ്റോറിയം വേണമെന്ന് പറഞ്ഞു. ഓഡിറ്റോറിയം അനുവദിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വന്നിട്ട് പറഞ്ഞു, അല്ല മനോഹരമായ ഒരു കവാടം കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നാകുമായിരുന്നു. കാരണം ഈ റോഡ് സൈഡിലുള്ള സ്കൂളല്ലേ, ആളുകൾ ഒന്നുകൂടെ ആകർഷിക്കാൻ കവാടവും സൗകര്യം കൂടെ വേണമെന്ന് പറഞ്ഞു. അത് ഇത് കഴിപ്പോഴാണ് പറയത്തുള്ളൂ. അപ്പൊ ഞാൻ ശരി ഇന്നപ്പിനെ ഇത്രയും നല്ലൊരു ഓഡിറ്റോറിയം നിർമ്മിച്ച് ഇത്രയും കൂടുതൽ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ നിരസിച്ചൊന്നും വേണ്ട. അപ്പൊ അത് കഴിഞ്ഞു. അതിന്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. ഈ നൗഷാദ് തന്നെയാണ് അത് നിർമ്മിക്കുന്നത്. അതിന് തുക അനുസരിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പറഞ്ഞത്, സാറേ ഈ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും കുട്ടികളുടെ സ്കൂളാണ്, ഈ കുടിവെള്ളത്തിന്റെ എങ്ങനെയെങ്കിലും ഫണ്ടിന്റെയൊക്കെ പ്രശ്നമുണ്ട്. നമുക്ക് 136 വാർഡുണ്ട്. പിന്നെ അത് ഏതാണ്ട് അടുത്ത അത്രയും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും മറ്റേ UP LP എല്ലാം കൂടെ എഴുതാൻ അത്രയും സ്കൂളുകളുണ്ട്. പ്രയാസമാണ്, എന്നാലും വേണ്ടിയില്ല, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അതിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പദ്ധതിയിൽ വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പൊ കുടിവെള്ളം കഴിഞ്ഞിട്ടാണ് ഇന്നാണ് ടീച്ചർ പുതിയ കാര്യം പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. 4ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വളരെ സ്ട്രാറ്റജിക്കലായി മൂവ് ചെയ്യുന്നൊരു സ്കൂളാണ്. 1, അത് കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ പിന്നെ 3, അത് കഴിഞ്ഞാൽ പിന്നെ 4. എന്തായാലും ഇത് ഒരു
ബുധനാഴ്ചയല്ലേ കല്യാണം ഗോപിയെ? നീ ഇതെടുത്തോ, നിനക്കിത് നന്നായി ചേരും. നീ എന്തിനാ അതെടുത്താ കൊച്ചിന് കൊടുത്തേ? അത് പുതിയതല്ലായിരുന്നോ? വേറെ പഴയതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ പോരായിരുന്നോ? എൻ്റെ ഉമ്മ, എനിക്ക് വേറെ കുറെ ഇരിപ്പില്ലേ, അതവള് തയ്പ്പിച്ചിട്ടോട്ടെ. ഓ, നീ ആര്? മദർ തെരേസയോ? എൻ്റെ ഉമ്മ, നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നതാ പുണ്യം. ആ, പുണ്യം കൊണ്ട് അവിടെ ഇരുന്നോ. എന്നാ മോളെ ഒന്ന് ഇട്ട് നോക്കിയേ. എന്താ പാപ്പ ഇത്? നോക്ക്. എന്താ പാപ്പ ഇത്? റബ്ബേ, കൊള്ളാലോ. അൽഹംദുലില്ലാ, നല്ല മുഞ്ചുള്ള മാല. ഇതാ ഞാൻ പറഞ്ഞ പുണ്യം കണ്ട. ഈ വിശുദ്ധിയുടെ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി മനസ്സറിഞ്ഞ് സമ്മാനിക്കാം പൊന്നിൽ തീർത്തൊരു സമ്മാനം. അത് നമ്മുടെ ചിന്നൂസിൽ നിന്നാകട്ടെ. കേരള ആഭരണങ്ങൾക്ക് ഉൽപാദന വില, വിവാഹ ആവശ്യങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം. പണിക്കൂലി 1.9% മുതൽ. എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, CSI കോംപ്ലക്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. ലഹരി വിരുദ്ധ സന്ദേശ യുവജന ജാഥ നടന്നു. കേരള കോൺഗ്രസ് കുണ്ടറ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ സന്ദേശ യുവജന ജാഥ കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അനൂപ് ജോൺ, ജാഥ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറിയുമായ കുളത്തൂർ രവിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പ്ലക്കാർഡുകളും പാർട്ടി പതാകകളും ഏന്തി നൂറുകണക്കിന് യുവജനങ്ങൾ മുക്കടയിലേക്ക് മാർച്ച് ചെയ്തു. മുക്കടയിൽ നടന്ന യുവ സംഗമം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. നെറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കേരള യൂത്ത് ഫ്രണ്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അരുൺ അലക്സ് സ്വാഗതം പറഞ്ഞു. വൈകിട്ട് രമണൻ പോറ്റി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ C മോഹനൻപിള്ള, ഉന്നതാധികാര സമിതി അംഗം റോയി ഉമ്മൻ, UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, ജയപ്രകാശ് നാരായണൻ, V വിശ്വജിത്ത്, അഡ്വക്കേറ്റ് M ബിനോയ്, അനിൽ പാനിക്കവിള, J സിൽവസ്റ്റർ, ദാസ് കൊറ്റങ്കര, BP സാവു, പ്രകാശ് മയൂരി, ജിജിമോൻ മുളവന, സന്തോഷ് കുറുപ്പ്, J സെബാസ്റ്റ്യൻ, സാൻഡോ, നാസിം കുറ്റിച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. നാശമാണു ലഹരി എന്നതോർമ്മ വേണം കൂട്ടരേ. നാശമാണു ലഹരി എന്നതോർമ്മ വേണം കൂട്ടരേ. ഇടവഴികൾ നടവഴികൾ പിടിയിലാക്കി മാഫിയ. ഇടവഴികൾ പിടിയിലാക്കി മാഫിയ. തകർത്തിടുന്നു ജീവിതങ്ങൾ ഒത്തിടേണം സ്നേഹിത. വേണ്ട കഞ്ചാവും വേണ്ട ബ്രൗൺ ഷുഗറും രാസലഹരിക്കിടമില്ലിവിടെ. നന്മകൾ നിറയും ഞങ്ങളുടെ നാട്. കേരളമാണ്. വിദ്യാലയങ്ങൾ കളിസ്ഥലങ്ങൾ. കയ്യേറുന്നൊരു മാഫിയേ അകറ്റി നിർത്താൻ കേരള ജനത. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC+2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1, 9, 8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ.
നിർമ്മല തീരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഷ്ടമുടിക്കായൽ മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ പേരയം ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന നിർമ്മല തീരം പദ്ധതി കൊല്ലം പാർലമെന്റ് അംഗം NK പ്രേമചന്ദ്രൻ MP കതിരമുനമ്പ് കടവിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു. കായലിലേക്ക് ശുചിമുറി മാലിന്യങ്ങൾ ഒഴുക്കുന്നത് തടയുകയും ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അഷ്ടമുടിക്കായലുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തിലെ 10 വാർഡുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ശുചിത്വ മിഷനിൽ നിന്നുള്ള 99 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം 205 ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കും. പ്രതിരോധ വകുപ്പിന്റെ അംഗീകാരമുള്ള ഹൈദരാബാദ് ആസ്ഥാനമായ ബംഗ ബയോ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മാണ ചുമതല. ചടങ്ങിൽ പഞ്ചായത്തിലെ 14 വാർഡുകളിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ട്രോഫികൾ MP വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ B സ്റ്റഫോർഡ്, N ഷേർലി, വിനോദ് പാപ്പച്ചൻ, പഞ്ചായത്ത് അംഗങ്ങളായ B സുരേഷ്, രജിത, ലത, ബിജു, Y ചെറുപുഷ്പം, പഞ്ചായത്ത് സെക്രട്ടറി MG ബിനോയ്, VEOമാരായ നവീൻ, സുമേഷ് എന്നിവർ സംസാരിച്ചു. ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ചടങ്ങ് ഇന്ന് യോഗത്തിൽ വെച്ച് നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ ശുചീകരണ രംഗത്ത് രാജ്യത്തിനാകെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉൾപ്പെട്ടിട്ടുള്ള ഹരിതകർമ്മ സേന. ഏറ്റവും നല്ല രൂപത്തിൽ തുടങ്ങിയപ്പോഴൊക്കെ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ നാടിനെ മാലിന്യ വിമുക്തമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണം. വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ KSTA ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യോഗം നടന്നു. മുക്കടയിൽ KSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. B വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജിജു മാത്യു, CO ശൈലജ, R ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. നീതിപാലകരെ വാങ്ങാം. ബാക്കി രണ്ടിൽ വേറെ കോൺടെക്സ്റ്റ് ആണ്. അത് വേറൊന്നുമില്ല. സ്വകാര്യ സ്വത്തിന്റെ പർവ്വത മുകളിൽ സ്വന്തം കൊടികൾ ഉയർത്താം. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് സ്വകാര്യ സ്വത്തിന്റെ പുറത്തല്ലോ സ്വന്തം കൊടി ഉയർത്തുന്നത്. പൊതു ഖജനാവിന്റെ പുറത്ത് സ്വന്തം കൊടികൾ ഉയർത്താവുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറി അസപ്പതിച്ചു പോട്ടെ. അത് വേറെ വിഷയം, ഇതല്ല വിഷയം. അപ്പൊ ലഹരി പല രൂപത്തില്ല. പണ്ട് നമ്മുടെ അമ്മമാർ, നമ്മുടെ അപ്പൂപ്പന്മാർ അവർ നല്ലൊരു പുകയില ഉപയോഗിക്കുമായിരുന്നു. അതൊരു ലഹരിയാണ്. നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്കൊക്കെ അഭയകേന്ദ്രം സന്ദർശിച്ചു. കുരിപ്പള്ളി SABTM UP സ്കൂളിലെ അറബിക് ക്ലബ്ബായ അലീഫിന്റെ നേതൃത്വത്തിൽ നെടുമ്പന നവജീവൻ അഭയകേന്ദ്രത്തിൽ കുട്ടികൾ സന്ദർശനം നടത്തി. അഭയകേന്ദ്രത്തിലെ അമ്മമാർക്ക് ആവശ്യമായ പഴവർഗ്ഗങ്ങളും സാമ്പത്തിക സഹായം കുട്ടികൾ ശേഖരിച്ചു നൽകി. കുട്ടികൾക്ക് ഇത് വേറിട്ട ഒരു അനുഭവമായി. ഹെഡ്മിസ്ട്രസ് മിനി I, സീനിയർ അസിസ്റ്റന്റ് A സബിത, ശ്രീരാജ് R, F ഖുർഷിദ് എന്നിവർ നേതൃത്വം നൽകി. പുലിയോരത്ത് മാലിന്യത്തിന് പകരം മദ്യക്കുപ്പികൾ. പെരിനാട് പഞ്ചായത്തിലെ പുലിയോരം സർക്കാർ കടവിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ പഞ്ചായത്ത് സ്ഥാപിച്ച സംഭരണിയിൽ കൂടുതലും മദ്യക്കുപ്പികൾ. സന്ധ്യമയങ്ങിയാൽ കടവിൽ മദ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സങ്കേതമാവുകയാണ്. പോലീസും എക്സൈസും തിരിഞ്ഞു നോക്കുമെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. കിണറ്റിലകപ്പെട്ട അമ്മയെയും മകളെയും ഫയർഫോഴ്സ് രക്ഷിച്ചു. കിണറ്റിലകപ്പെട്ട അമ്മയെയും മകളെയും ഫയർഫോഴ്സ് രക്ഷിച്ചു. പാത്രേശ്വരം കൈതക്കോട് വാറൂർ ക്ഷേത്രത്തിന് സമീപം ചരിവുള പുത്തൻ വീട്ടിൽ ഹരിദാസിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയായിരുന്ന മകൾ അദീനാദാസ് കാൽവഴുതി കിണറ്റിൽ വീണു. ഇത് കണ്ട അമ്മ ലളിത മകളെ രക്ഷിക്കുന്നതിന് കിണറ്റിലേക്ക് കയറിൽ തൂങ്ങി ഇറങ്ങുന്നതിനിടെ കയർ പൊട്ടി ഇരുവരും കിണറ്റിൽ അകപ്പെട്ടു. തുടർന്ന് കുണ്ട്രയിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ സക്കറിയ അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ എത്തിയ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് കിണറ്റിലിറങ്ങി വല ഉപയോഗിച്ച് ഇരുവരെയും കരയ്ക്കെത്തിച്ചു. തുടർന്ന് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി എത്തിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ മാത്യൂസ് കോച്ചി, നിസാമുദ്ദീൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനൂപ്, സാബു, തോമസ്, വിശാഖ് എന്നിവർ പങ്കെടുത്തു. നാട്ടോട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 15 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ സ്വാഹ വരെയുള്ള സിനിമകൾ, 15 സിനിമകളും വ്യത്യസ്തമായ പ്രമേയങ്ങളിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഓരോ സിനിമയിലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത് സിനിമ ശ്രദ്ധിക്കുകയാണെങ്കിൽ
ഈ കഥാപാത്രം ഞാനാണോ, ഈ കഥാപാത്രം എൻ്റെ വീട്ടിലുണ്ടോ, ഈ കഥാപാത്രം എൻ്റെ അടുത്ത വീട്ടിലുണ്ടോ, നമുക്ക് ചുറ്റുമുണ്ടോ, നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങളെല്ലാം കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രത്യേകിച്ച് ഞങ്ങളുടെ 15ാമത്തെ സിനിമ സ്വാഹ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുൾപ്പെടെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാൻ മടിക്കുന്ന ഒരു വിഷയം. തീർച്ചയായിട്ടും അത് സമൂഹം ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ആ സിനിമ സമൂഹത്തിലേക്ക് ഇട്ടത്. അതിനെ കുറച്ച് തെറിവിളി കിട്ടി എന്നല്ലാതെ അതിനെക്കുറിച്ച് വളരെ സാമൂഹ്യമായ ഒരു അവബോധത്തോടു കൂടി ആ സിനിമയെ കണ്ടവരും അതിനോട് പ്രതികരിക്കുന്നവരും വളരെ കുറവാണ്. സത്യത്തിൽ സങ്കടമുണ്ട്. എങ്കിലും നിങ്ങൾ കാണുന്ന നിങ്ങൾ സാധാരണക്കാർ, നിങ്ങളാണ് ഈ രാജ്യം സൃഷ്ടിക്കുന്നത്, നിങ്ങളാണ് രാജ്യത്ത് മാറ്റം വരുന്നവർ. നേതാക്കന്മാർ ആഹ്വാനം ചെയ്താലും അതിൻ്റെ പുറകിൽ പോയി ചെയ്യാൻ പോയി അടികൊള്ളാനും പിടികൊള്ളാനും ഒക്കെയുള്ള നമ്മൾ സാധാരണക്കാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാരെ നിങ്ങളെല്ലാം സ്വാഹ സിനിമയെന്ന് കാണുകയും നിങ്ങളുടെ പ്രതികരണം യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം നമുക്ക് വീണ്ടും പരസ്പരം നാളെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാം. അതുവരെ നാട്ടുപെട്ട ടീമിൻ്റെ സ്നേഹം, ആദരം.